വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസം മുമ്പായിരുന്നു കോഴിക്കോട്ട് നിന്ന് പെർവിൻ എന്നൊരു കുട്ടി വിളിച്ചിട്ട് എന്നോട് പറയുണ്ടായി, ഇത്താടെ വീഡിയോയിൽ ദന്തപ്പാലയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി, എനിക്ക് കുറച്ച് എണ്ണ കിട്ടുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറയുണ്ടായിട്ടോ. വളരെ മുമ്പ് ഞാനൊരു വീഡിയോ ദന്തപ്പാലയെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വലിയൊരു മരമായിട്ട് തന്നെ ദന്തപ്പാല വളർന്നിട്ടുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്ന് പറയാൻ പറ്റില്ല, വളരെ അപൂർവമായിട്ടൊക്കെ തന്നെ ഇന്ന് ദന്തപ്പാല വളർത്തുന്നവരുള്ളൂ. ഈ ദന്തപ്പാലക്ക് വെട്ടുപാല, ശ്വേതകുടജ എന്നിങ്ങനെയൊക്കെ പേരുകളുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധമാണ് വെട്ടുപാല അഥവാ നമ്മുടെ ദന്തപ്പാല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ സോറിയാസിസിനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നീട് മുടിക്ക് നല്ല കറുപ്പും ഇടതൂർന്ന് വളരുവാനും അതുപോലെ താരൻ പോകുവാനും ചൊറി മാറുവാനൊക്കെ നമ്മൾ ഈ ദന്തപ്പാല എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അകാല നിര ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ ഈ ഒരു എണ്ണ. താരന് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ വളരെ കൂടുതൽ നമ്മൾ തലയോട്ടിൽ അപ്ലൈ ചെയ്യാതെ ചെറിയ രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 2 മണിക്കൂർ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറുപയർ പൊടി ഇട്ടിട്ട് വേണം നമ്മളതിനെ കഴുകിക്കളയാൻ. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന ചൊറി പോലത്തെ രോഗങ്ങൾക്കും അതുപോലെ സോറിയാസിസിനൊക്കെ നമ്മളിത് കുളിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാതെ പയറുപൊടി ഉപയോഗിച്ച് കഴുകി കളയുകയാണ് കേട്ടോ വേണ്ടത്. എല്ലാവിധ ഗുണങ്ങളും അടങ്ങിയ ഈ ഒരു എണ്ണ നമ്മുടെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടും ഒരു ബോട്ടിൽ നമ്മൾ സൂക്ഷിക്കണം. കുഞ്ഞു മക്കളുടെ കാലിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം വിള്ളൽ, തൊലിയിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾക്കൊക്കെ ഈ എണ്ണ വെളിച്ചെണ്ണയിൽ ചേർത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ അതിനൊക്കെ സുഖം ലഭിക്കുന്നതാണ്. ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. കടകളിൽ നിന്ന് ബോട്ടിലുകളിൽ വാങ്ങുന്ന എണ്ണയേക്കാൾ ഏറെ നല്ലത് ആട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമുക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മൺചട്ടിയിലോ അല്ലെങ്കിൽ ചില്ലുപാത്രങ്ങളിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു വലിയ ചെമ്പാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് ദന്തപ്പാലയുടെ ഇലകൾ ശേഖരിച്ച് വരാട്ടോ. അതിനായിട്ട് ഞാനൊരു മുളയുടെ ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി പോയിട്ട് നമുക്ക് ദന്തപ്പാലയുടെ ഇലകൾ പറിച്ചെടുക്കാം. ഇലകൾ പറിക്കാനായിട്ട് കൂടുതൽ റിസ്ക് ഒന്നും നമുക്കില്ല. ഇതുപോലെ തന്നെ പൊട്ടിച്ചെടുത്ത വളരെ പെട്ടെന്ന് തന്നെ ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. നല്ല വൃത്തിയുള്ള ഇലകളായതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി. 1 കിലോ എണ്ണയിൽ 1 കിലോ ലീഫ് എന്നുള്ള കണക്കിലാണ് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത്. അത്യാവശ്യ സമയം നമുക്ക് ഇല പറിക്കാനുണ്ട് കേട്ടോ. 5 കിലോ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ 100 മില്ലി വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം വേണമല്ലോ. അങ്ങനെ ഞാൻ ഒരു ചെമ്പ് നിറയെ ഇലകൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 4 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ലീഫ്. അങ്ങനെ എടുത്ത് ഞാൻ ഇതുപോലെ ഈ ചെമ്പിൽ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ലീഫുകൾ എടുക്കാൻ. അതിൽ പൊടിയും ചെളിയും ഒന്നും ഇല്ലാതെ നമ്മൾ നല്ല വൃത്തിയോടെ എടുത്ത് ഇതുപോലെ അടുക്കി വെക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 5 കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അതിന് പറ്റിയ ഒരു ചെമ്പാണ് നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് എണ്ണ ഉണ്ടാക്കുന്നത്. 5 ലിറ്ററിൻ്റെ ഒരു ക്യാനിലുള്ള ഫുള്ള് വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കംപ്ലീറ്റ് വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞു. ഇനി നന്നായി ഒന്ന്
ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ നല്ല വെയിലത്ത് വേണം കൊണ്ടുപോയി വെക്കാൻ. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല വെയിലുള്ള ഭാഗത്ത് നമ്മൾ രാവിലെയുള്ള നല്ല വെയിൽ കൊള്ളിച്ച് ഈ ഇലയിലുള്ള എല്ലാ സത്തും എണ്ണയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ വെയിൽ കൊള്ളിക്കാൻ. 7 ദിവസം പൊരി വെയിലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാൻ. 7 ദിവസത്തെ വെയിൽ കൊണ്ട് അതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞ ഒരവസ്ഥയിലാവുമ്പോൾ എണ്ണയുടെ കളറ് നല്ല ഡാർക്ക് കളറായിട്ട് മാറും. പർപ്പിൾ കളറായിട്ടാണ് ഈ ഒരു എണ്ണ മാറുക. നല്ല മുന്തിരിച്ചാറിൻ്റെ കളറായിട്ട് മാറും. ഇങ്ങനെ എണ്ണ ആയതിന് ശേഷം മാത്രം നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം. ഒരുപാട് ആളുകൾ ഈ ഒരു എണ്ണ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദന്തപാലയുടെ എണ്ണ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ് കേട്ടോ. ദന്തപാല എന്ന ആയുർവേദിക് ഔഷധത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരമാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം ചെയ്യണം കേട്ടോ. സോറിയാസിസ് പോലുള്ള രോഗം കൊണ്ടും താരൻ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണാം. ഒരു പ്രാവശ്യം നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു ഗുണം നിങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.